ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുവാണ്. അപ്പോൾ ഒരു നാടൻ ബീഫ് ഉലർത്തിയതാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാം, ബാച്ചിലേഴ്സിന് വരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇത് കണ്ടില്ലേ, നല്ല ഒന്നൊന്നേ തൊടാതെ നല്ല വേറെ വേറെയായിട്ട് കിടക്കുന്ന, എന്നാൽ നല്ല സോഫ്റ്റായിട്ട് ഉലർന്ന് കിട്ടിയിരിക്കുന്ന ബീഫാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് പച്ച മസാല ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത്. വഴറ്റിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം 1 കിലോ ബീഫിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഈ 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത്, ഒരു 10-12 വെളുത്തുള്ളി അരിഞ്ഞത്, 4 പച്ചമുളക്, പിന്നെ നന്നായിട്ട് ഒരു പിടി കറിവേപ്പില, 2 സവാള അരിഞ്ഞത്. അപ്പോൾ ബീഫ് കഴുകി നന്നായിട്ട് വെള്ളമെല്ലാം തോർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫിൻ്റെ കഷ്ണങ്ങൾ കുക്കറിലേക്ക് ആക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5-2 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി ഗരം മസാലപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പിടി കുഞ്ഞുള്ളി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി അരിഞ്ഞത്, 4 പച്ചമുളക് കീറിയത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് ബാക്കി കറിവേപ്പില നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് വെക്കണം. ഇത് കൈകൊണ്ട് യോജിപ്പിക്കുവാണ് നല്ലത്. ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു സൗകര്യത്തിന് ഞാൻ തടിത്തവി കൊണ്ട് ഇളക്കുന്നതേ ഉള്ളൂ. കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചാൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും ബീഫിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫ് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ആദ്യത്തെ വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽ വരെ. അപ്പം വലിയ കുക്കറാണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഒരു 5 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു 15 മിനിറ്റ് അതിൻ്റെ ആവി എല്ലാം ഗ്യാസ് എല്ലാം പോകുന്നത് വരെ നമുക്ക് ഇത് വയ്ക്കണം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം നന്നായിട്ട് ഗ്യാസ് എല്ലാം പോയി സെറ്റിലായിട്ടിരിപ്പുണ്ട്. അപ്പം ഇതിൽ വെള്ളമുണ്ട്, കണ്ടില്ലേ, ഗ്രേവിയുണ്ട്. നമുക്കിതൊന്ന് മൂടി തുറന്ന് വെച്ച് നമുക്കിത് തിളപ്പിച്ച് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇറച്ചിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോയാൽ നമ്മൾ ഉലർത്തിയെടുക്കുമ്പോഴത്തേക്ക് ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു 3/4 വേവ് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് വാങ്ങി വയ്ക്കണം. അപ്പോൾ കുക്കറിൻ്റെയൊക്കെ അവരവരുടെ പരുവം അനുസരിച്ച് അത് ചെയ്യണം. അപ്പം ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാനിൽ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ അരിഞ്ഞത്, തേങ്ങ കൊത്തിയത് ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള, മീഡിയം വലിപ്പത്തിലുള്ള 2 സവാളയാണ്, അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ബാക്കിയിരിക്കുന്ന കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ ഒരു കളറ് മാറി വരണം. സവാളയൊക്കെ വഴന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെയും നന്നായിട്ടിത് വഴറ്റി മൂപ്പിച്ച് എടുക്കണം. ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളിനി വേണമെന്ന് ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒക്കെ കൂടുതൽ മസാല ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വഴറ്റി നമ്മൾ വെള്ളം വറ്റിയ ആ ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ അല്പം കുഴഞ്ഞ ഗ്രേവിയോടെ ഒരു പെരളൻ പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി സവാളയുമായിട്ട് ഈ ബീഫെല്ലാം നന്നായിട്ട് മിക്സായി കഴിയുമ്പം ആവശ്യമുള്ളവർക്ക് വാങ്ങി ഉപയോഗിക്കാം.
അപ്പോൾ നന്നായിട്ട് ഉലർന്ന് വരണമെങ്കിൽ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പം ഇടയ്ക്ക് ഓരോ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ഡാർക്ക് കളറിലേക്ക് ഈ ബീഫ് മാറുന്നത്. ഞാൻ വേറൊരു പാനിലേക്ക്, നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് നേരം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ ഇറച്ചി നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള ബീഫ് റോസ്റ്റ് പോലെ തന്നെ, ബീഫ് ഫ്രൈ പോലെ തന്നെ വന്നിട്ടുണ്ട്. തയ്യാറാക്കാൻ എത്ര ഈസിയാണ്. സവാളയൊന്നും ഒരുപാട് വഴറ്റി, ആദ്യമേ തന്നെ സവാളയൊന്നും വഴറ്റാതെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.